സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും കൂടി ആട്ടോ. നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. മഴ കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് പരിപാടികളുണ്ട്. ക്ലീനിങ് അല്ല, ഇവിടെ പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് അതാത് സ്ഥാനത്ത് വെക്കാം. ഉച്ചയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് കൊടുക്കാം. കാരണം 8 മണിക്ക് മുന്നേ നമുക്ക് ഫുഡ് അടിച്ച് കഴിയണം. കാര്യം എന്താന്ന് ഞാൻ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. നമുക്ക് ചില അബദ്ധം പറ്റുമോന്നൊരു ഡൗട്ട് ഉണ്ട്, ഏതോ എവിടെയൊക്കെയോ. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ചേട്ടനെ നമുക്കൊന്ന് എണ്ണയ്ക്ക് ഇട്ടൊന്ന് കുളിപ്പിക്കാം. കുറച്ച് ദിവസമായി കുളിച്ചത് പോലെ ഉണ്ട്. ഓക്കെ, എന്റെ ആ ഒരു എന്താ പറയുന്നത് സ്കാർ, അത് പാട് പോലെ വന്ന സംഭവമില്ല. ആ ഒരു എന്റെ പേര് എന്താന്ന് എനിക്ക് അറിയില്ല പറയണേ. അതിന്റെ പേരെന്താ പറയണേ? ബ്ലാക്ക് കളറുള്ള മോളല്ലോ വേറെ. അത് പോയി കേട്ടോ. ആ ഇവിടെ നിന്ന് ചുണ്ടിന്ന് അത് പോയി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അത് പൊളിഞ്ഞു പോയതാ. ഇനിയിപ്പം ഓക്കെ ആവണം. നമുക്ക് നോക്കാം അല്ലേ? അയ്യോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ പതിയെ നമ്മളുടെ പണികളിലേക്ക് തുടങ്ങാം. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും കുറച്ച് ചോദ്യങ്ങൾ എന്നോട് പേഴ്സണലല്ല, നമ്മുടെ കമന്റ് ആയിട്ട് വന്നിരുന്നല്ലോ. അപ്പൊ അതിനുള്ള മറുപടി കാര്യങ്ങളൊക്കെ വിശേഷമൊക്കെ നമുക്ക് പറയാം. പണികളുണ്ടോന്ന് പറഞ്ഞ് ഒത്തിരി പണികൾ ചെയ്യാനുണ്ട്. ഇന്നലെ മൊത്തം പുറത്തായിരുന്നു. പുറത്ത് വരെ കറങ്ങാനൊന്നും പോയതല്ല കേട്ടോ. ഓരോരോ കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് കുറേ പണിയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പൊ എന്താ, നമുക്ക് തുടങ്ങാം. രാവിലെ ഞാൻ 5:30 എണീക്കുന്നതിനേക്കാളും മുന്നുണ്ടല്ലോ, ഞാൻ മഴയുടെ ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ എണീറ്റത്. ഇങ്ങനെ പരക്കെ ഇങ്ങനെ പരക്കെന്നല്ല, നല്ല ഹെവിലി റെയിനിങ് എന്ന് പറയില്ല, അതേപോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രാവിലേക്ക് ഇങ്ങനെ നമ്മുടെ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ഞാനപ്പം പിള്ളേരുടെ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് അവരെ വിളിക്കാൻ സങ്കടം തോന്നി. കാരണം നല്ല മഴയാകുമ്പോൾ നമുക്ക് തന്നെ മടി. ഇപ്പം ഞാനിപ്പോൾ എണീറ്റാലും പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇപ്പം ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്ക് എന്തൊരു ഉറക്കം വരുമല്ലേ, കഷ്ടമല്ലേ മഴക്കാലത്ത് സ്കൂളിൽ പോകണ കുട്ടികളുടെ അവസ്ഥ. പണ്ട് ഞാനുണ്ടല്ലോ എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ഇങ്ങനെ സ്കൂളൊക്കെ ഉള്ള, നമ്മൾ കല്യാണത്തിന് മുന്നല്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മളുടെ വീട്ടിലാരെങ്കിലും ഇങ്ങനെ വേറെ ജോലിക്കും പണിക്കൊന്നും പോകണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്തൊരു സുഖമുണ്ട് നമുക്കൊക്കെ പഠിക്കാനൊക്കെ പോകണം, ഇവരെങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ മഴയെല്ലാം കണ്ടെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് ആ സ്റ്റേജ് എത്തിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആ ഒരു ആർമാദിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നല്ല സന്തോഷമായിട്ടോ ഇങ്ങനെ മഴയത്ത് ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് അടിച്ചിരിക്കാൻ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവരടുത്തുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. നമ്മുടെ സാം ഉണ്ടല്ലോ, പിന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സാമിനും ഇങ്ങനെ വിശേഷം പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തും. ഈ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഡൈനിങ് ടേബിളും ഇരുത്തിയിട്ട് ഇങ്ങനെ പുള്ളി പറയുന്ന വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ ചില സമയത്ത് ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ചെന്നിട്ട് പതുക്കെ നെറ്റ് ഓഫ് ചെയ്യും. പിന്നെ നെറ്റും കിട്ടത്തില്ലല്ലോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി ഇവിടെ. അപ്പോൾ അതെ, ഞാനിവിടുന്ന് നമുക്ക് പയറാണ് കേട്ടോ. പയറെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേക്കാണ്. രാവിലെ റാഗിപ്പൂട്ടായിരുന്നു. റാഗിപ്പൂട്ടും പിന്നെ സാമിന് മീൻകറിയായിരുന്നു. എനിക്ക് മുട്ട പുഴുങ്ങിയതും പപ്പടമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളുടെ വൻപയർ മതി എന്ന് പറഞ്ഞു പുള്ളിക്കാരന്. വൈകിട്ട് വൻപയർ മാത്രം മതി, ചോറ് വേണ്ട, കാർബ് ഇത്തിരി കുറയ്ക്കുവാണ്. അപ്പോൾ പ്രോട്ടീന് വേണ്ടിയിട്ട് വൻപയറും ഒരു മുട്ട പുഴുങ്ങി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൻപയർ വെള്ളത്തിലിടാൻ പോയതാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഉച്ചയ്ക്ക് ആളെന്നോട് പറഞ്ഞത് ഫ്രൂട്ട് ഡയറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗുവയും പിന്നെ ഒരു ആപ്പിൾ മതി എന്ന് പറഞ്ഞു. കുക്കുംബർ ഒന്നും വേണ്ടാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എൻ്റെ പണി കുറേയും കൂടി എളുപ്പമായി. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഞാൻ രാവിലെ എന്തോ അച്ചിങ്ങയോ പയറോ അങ്ങനെ എന്തോ കൊടുത്ത് വിട്ടായിരുന്നു. അച്ചിങ്ങപ്പയറായിരുന്നു. അപ്പോൾ ഗുവ കഴിച്ചപ്പോൾ എന്തോ നല്ലൊരു രസം തോന്നുന്നു. അങ്ങനെ ഞാൻ ഗുവ കൊടുത്തപ്പോൾ എൻ്റെ അവസ്ഥ കാണണം കേട്ടോ. എല്ലാ ആവശ്യവും ഉണ്ടായാലും വലിയെടുത്തിരുന്ന മനുഷ്യനായിരുന്നു. വലിയ കഷ്ണം കൊടുത്തു, ഇനിയിപ്പോ ചെറിയ കഷ്ണം ആക്കാൻ. കഷണം ചെറിയ കഷണം ആക്കാൻ. കാരണം ഗെയിം കളിക്കുവാണേ ചേട്ടൻ. കാണിച്ചു കൊടുത്ത ചേട്ടാ. പ്രശ്നം നിങ്ങളെല്ലാരും പറയാറില്ലേ സാം ചേട്ടൻ പാവമാണെന്ന്. അത്ര വലിയ പാവമൊന്നും അല്ല, ഇങ്ങനെ പൂച്ചട പോലെ ഇരിക്കുന്നുള്ളൂ. ദുഷ്ടനാ. വേണമെങ്കിൽ വന്നെടുക്കട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മഴ നല്ല തകൃതമായിട്ട് പെയ്യാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ മറ്റേ റൂഫ് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ, അപ്പോൾ വെള്ളം ഇങ്ങനെ തെറിച്ച് വന്നിരിക്കുവാണേ.
അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ പുറത്തോട്ട് വന്നപ്പോൾ അപ്പോഴും തോർന്നു, എന്നാലും അങ്ങ് തീർന്നിട്ടില്ല. പക്ഷേ അപ്പം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് ഈ ഒരു ഏരിയ കാണാൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുകൊണ്ടിട്ടാണ് ഇത്രയും വൃത്തിയിൽ കിടക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ അലമ്പായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും ഞാനും കുറച്ച് നേരം മഴ കണ്ടിങ്ങനെ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് നേരം പുറത്തേക്ക് വന്നതാണ് കേട്ടോ. പുള്ളിക്കാരൻ അങ്ങ് അകത്തേക്ക് പോയി. അന്നേരം എനിക്കെന്താണെന്ന് അറിയത്തില്ല, പോകാനൊരു തോന്നലില്ല. കാരണം ഈ മഴ ഇങ്ങനെ പെയ്തിങ്ങനെ തോർന്ന് നിൽക്കുമ്പം കിട്ടുന്ന ആ ഒരു വല്ലപ്പോഴും കിട്ടത്തുള്ളൂ ഇങ്ങനത്തെ ഫീലൊക്കെ. ഇല്ലെങ്കിൽ കൊടുക്കത്തെ വെയിലായിരിക്കുമല്ലോ ഇവിടെ അല്ലാത്ത സമയങ്ങളിലൊക്കെ. അപ്പോൾ ഇരിക്കാനും നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി അങ്ങ് ഇരിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ എന്തൊക്കെയോ ആലോചിച്ചോട്ട് അങ്ങ് ഇരുന്നു. പിന്നെ കുട്ടികളും ഇല്ലല്ലോ, കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വിശന്നുകൊണ്ടിട്ടാണ് തോന്നുന്നു അകത്തേക്ക് ഞാൻ കയറി ഓടിപ്പോയത്. അപ്പോൾ അതൊരു പോപ്കോൺ കണ്ടു. പോപ്കോൺ കണ്ടതല്ല, പോപ്കോൺ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ പോപ്കോണിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഇത് മറ്റേതാണ് ക്യാരമൽ പോപ്കോൺ, ചോക്ലേറ്റ് പോപ്കോൺ, ചീസ് പോപ്കോൺ, ഇങ്ങനെ 3 എണ്ണമാണ് എനിക്കിപ്പോൾ ഇഷ്ടമുള്ളത്. പുള്ളി കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PVRലൊക്കെ പോയിരുന്ന സമയം, ഇപ്പം ഞാൻ ഒത്തിരി നാളായി പോയിട്ട് എനിക്ക് ഈ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നുന്നു. ഒത്തിരി നാളത്തെ കഴിക്കുന്നതുകൊണ്ടിട്ടായിരിക്കും. വേണമെന്ന് ചോദിച്ചപ്പം പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളി ചെറിയൊരു ഡയറ്റിലാണല്ലോ, പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അമ്പാതിരി പരിസരത്തൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറയ്ക്കും. പക്ഷേ ഒരിക്കലും എനിക്കങ്ങനെ ഒരു സ്റ്റാർവ് ചെയ്തിട്ടൊന്നും കുറയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. എനിക്ക് വിശക്കും, അതുകൊണ്ടിട്ട് ഞാൻ അമ്മാതിരി പരിപാടിക്കൊന്നുമില്ല. പുള്ളിക്ക് കുറച്ച് എന്താ പറയുക, ഭക്ഷണം വേണ്ട എന്ന് വിചാരിച്ചാൽ ആൾക്ക് വേണ്ട. ഞാനങ്ങനെയല്ല, ഞാൻ വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞം എന്തെങ്കിലും കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ സ്ഥലത്ത് എത്തുന്നവരെ കഴിച്ചുകൊണ്ടേയിരിക്കും. ചോറും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വേണമെന്നില്ല, എന്തെങ്കിലും കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ പിന്നെ ഞാൻ വൈകുന്നേരം എനിക്ക് വിശക്കില്ല, എനിക്ക് രാവിലെ ടൈമിലൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡയറി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഡയറി എടുക്കുന്ന സമയത്ത് ആ ഷെൽഫിൽ കുറേ കുഞ്ഞു ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. ഒന്നും അങ്ങനെ നമുക്ക് അങ്ങോട്ട് കളയാനുള്ള ബുക്സൊന്നും ഇല്ല, അവരുടെ കുഞ്ഞു ബുക്സും കാര്യങ്ങളൊക്കെ. അപ്പം ഡയറി ഫ്രൈഡേ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡയറി എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് സ്മെല്ല് ചെയ്യാൻ തോന്നി. ഈ പുതിയ ബുക്സും പിന്നെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സും അതൊക്കെ തുറക്കുമ്പം കിട്ടുന്ന ആ സ്മെല്ല്, നമുക്ക് അതൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫീൽ നമുക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയല്ലേ. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ ആലോചിച്ച് നോക്കിക്കേ, നടരാജ്, ക്യാമലിൻ്റെ ഒക്കെ ഇപ്പോഴല്ലേ നമ്മുടെ ഫാബർ കാസിലോ അല്ലേ അതിൻ്റെയൊക്കെ ബോക്സസൊക്കെ ഇറങ്ങിയത്. പണ്ടൊക്കെ നമ്മുടെ ഈ നടരാജം ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ക്യാമലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ആ സ്മെല്ല് മനസ്സിൽ ഇങ്ങനെ കടന്നു പോകും, ഇങ്ങനെയൊക്കെ സ്മെല്ല് ചെയ്യുമ്പോൾ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ സാം കുട്ടിനെ നമുക്കൊന്ന് ഗ്രൂം ചെയ്താലോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ആള് എണ്ണയൊന്നും ഇട്ടില്ല കേട്ടോ, നവരത്ന ഓയിലൊന്നും തലയിൽ ഇട്ടില്ലായിരുന്നു. മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ വല്ല കോൾഡൊക്കെ വന്നാൽ പിന്നെ തലവേദന ആവത്തില്ല. അപ്പോൾ ഞാനൊന്ന് മോയ്സ്ചറൊക്കെ ഇട്ട് കൊടുത്തു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോയ്സ്ചർ ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ സ്കിന്നൊക്കെ പുള്ളിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയും കൂടിയാണ് കേട്ടോ. മൂഡുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ താടകയാണ്, ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, മടിയാവും ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ എനിക്ക് ഞാൻ ഇടുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നമ്മൾ കുട്ടികളെ ആണെങ്കിലും, ഇവക്കുട്ടിക്ക് തന്നെ അവൾ തന്നെ ഇടുക, ഒക്കെ അവളുടേതായ കുറേ രീതികളുണ്ട്, അവളുടേതായ ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ മിക്കവാറും ഞാനായിരിക്കും ചെയ്യാറുള്ളത്. ഈ സെറയുടെയും സാമിൻ്റെയും. സെറക്കുട്ടിനെ കുളിപ്പിക്കണം നമുക്ക്, രണ്ടുപേരും എത്തിയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ടിട്ട്. അപ്പോൾ സാം പറയുമായിരുന്നു കയ്യിൽ വേറെ ഇട്ടാൽ മതി, കാരണം ഫേസിലിട്ടത് ഇതൊരു എക്സ്പെൻസീവാണ്. അപ്പോൾ കയ്യിൽ സെയിം തന്നെ ഇടണ്ട, തീർന്നു പോയാൽ കാശ് കൊടുത്ത് വാങ്ങേണ്ട വരത്തില്ല, വേറെ ഇടാൻ മതി എന്ന് പറയുമായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചായിരുന്നു, ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒരു കുട്ടി ചോദിച്ചത് ഇൻ്റർകാസ്റ്റ് മാരേജ് ആണോ, വിളക്ക് ഇങ്ങനെ 2 വിളക്ക് എന്നിങ്ങനെ പറയുന്ന കേട്ടിട്ടാണ്. അതായത് നമ്മുടെ മാതാവിനും പിന്നെ ഗണപതിയുടെ വിളക്കിൻ്റെ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം. ഇൻ്റർകാസ്റ്റ് മാരേജ് അല്ല കേട്ടോ, സെയിം റിലീജിയൻ തന്നെയാണ് ഞങ്ങൾ. എന്നിരുന്നാലും എനിക്ക് ഇങ്ങനെ വിളക്ക്, ഇപ്പം ഗണപതിക്ക് വിളക്ക് കൊളുത്തുന്നതും അതുപോലെ തന്നെ ഈശോയ്ക്ക് വിളക്ക് കൊളുത്തുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലാണെങ്കിലും പോകുന്നതും പള്ളിയിൽ പിന്നെ നമ്മൾ പോകുമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊന്നും സാമോ അങ്ങനെ റിസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അത് അങ്ങനെ ഒരു ചിന്തിക്കുന്നില്ല. അത് കുട്ടികൾക്കും അത് ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടില്ലേ അമ്പലത്തിലൊക്കെ പോയിട്ട്. അതിപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് തെറ്റല്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലല്ലോ, അത്ര തന്നെ. പിന്നെ ഞങ്ങൾക്ക് ഒരു മെൻറ്ററുണ്ട്. അപ്പം മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കൽ ഒരു ഹിന്ദു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കതിൽ കുറച്ചും കൂടെ ഇഷ്ടമാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ വിളക്ക് കൊളുത്തുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. എനിക്ക് അങ്ങനെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അത് സാമിനും അങ്ങനെ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല.
പിന്നെ ഞങ്ങൾക്ക് ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതോ ഒരു വീഡിയോയിൽ. ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണത്തിന് മുന്നേ അറിയായിരുന്നു, പക്ഷേ തീവ്ര പ്രണയമൊന്നും അല്ലായിരുന്നു. ഹി വാസ് നോട്ട് മൈ ഫസ്റ്റ് ലവ്, ഐ വാസ് നോട്ട് ഹിസ് ഫസ്റ്റ് ലവ്, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ തോന്നത്തില്ല നമുക്ക് ഇയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ വ്യക്തിനെ എനിക്ക് വേണം, എനിക്ക് ഈ വ്യക്തിനെ കെട്ടണം എന്ന് തോന്നത്തില്ലേ? ആ കെട്ടണം എന്ന് തോന്നിയൊരു വ്യക്തി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അല്ലാണ്ട് എനിക്കും സാമിനൊന്നൊക്കെ ഫസ്റ്റ് അഫെയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് അഫെയർസിന് സങ്കടമാവും. സോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ ഒരു കല്യാണം കഴിക്കാം, എൻ്റെ പാർട്ട്ണറായിട്ട് ലൈഫ് ലോങ് വേണം എന്ന് തോന്നിയ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. അത് ഇതുവരെ തെറ്റായ ഡിസിഷനാണെന്ന് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അത്രയും കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദൈവം നമുക്ക് എന്താ പറയുക, ചേരേണ്ടത് ചേരും എന്ന് പറയുന്ന പോലെ, ചേരുംപടി ചേരുമെന്ന് പറയുന്നത് പോലെ ഇത് തന്നെ. പിന്നെ നമുക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്നിരുന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നെക്സ്റ്റ് കാര്യം എന്താ പറയുക, നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിയുടെ കൂടെ വേണം. അതുകൊണ്ട് വഴക്കൊക്കെ അതോടെ അങ്ങോട്ട് മെൽറ്റായി പോവും. പിന്നെ ഈ 2 പിള്ളേരുള്ളത് കൊണ്ടിട്ട് നമുക്ക് വഴക്കിടാൻ പോലും നേരമില്ല, അത്രയേ ഉള്ളൂ. അപ്പം ലവ് മാരേജ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവ് പ്ലസ് അറേഞ്ച്ഡ്, അത്രേ ഉള്ളൂ കേട്ടോ. അറിയാമായിരുന്നു, ഇഷ്ടമായി, കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ആ 2 കമൻറ്റിനുള്ള മറുപടി. പിന്നെ വന്നിട്ട് എന്താ എന്നോട് ചോദിച്ചത്, പിന്നെ എന്താ വന്ന് ചോദിച്ചതെന്നല്ല, ഞാൻ ഈ ഇടുന്ന മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പക്ഷേ മെഡിക്കേറ്റഡ് ആണ്. സാമിനാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ടാൻഡാണ്. സാമിൻ്റെ ലോവർ, അതായത് നമ്മുടെ വയറ് ആ ഭാഗത്തേക്ക് ചെസ്റ്റിൻ്റെയൊക്കെ കളറല്ല ഫേസിലിപ്പം. പുള്ളിയുടെ ജോബിൻ്റെ ഭാഗമായിട്ട് ഈ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ടാൻഡായത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കളറൊക്കെ ആയിരുന്നു. അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ തന്ന ഒരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്ക്. പണ്ടൊക്കെ ഇതിലും തീവ്രമായിരുന്നു. എനിക്കൊരു സങ്കടം തോന്നി കണ്ടപ്പോൾ. കാരണം ഒരു പ്രാവശ്യം പുള്ളി ഇങ്ങനെ സൺസ്ക്രീൻ എന്തോ തിരക്കിലിടാൻ പറ്റിയില്ല, അങ്ങനെ എന്തോ പോയിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു. സിവിയർലി ടാൻഡ് എന്ന് വേണം പറയാൻ, അതേപോലെ ആയിട്ടോ. പക്ഷേ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി വരുന്നുണ്ട്. പല്ല് വെക്കുന്നതല്ല കേട്ടോ ഈ കാണിക്കുന്നത്, ലിപ് ബാം ഇടുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറേനെ അതിങ്ങനെ അങ്ങോട്ട് ഒരുക്കിയെടുക്കും. പിന്നെ അങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ നല്ല രസമല്ല, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നും നിങ്ങളെ കാണുമ്പം, വൃത്തിയാക്കി നിൽക്കുന്ന കാണുമ്പം. ഇനിയിപ്പോൾ ഇതേ സെറക്കുട്ടി അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സെറക്കുട്ടി ഇനി അവിടെ ഇരുന്നങ്ങ് പോവും. ഇനിയിപ്പോൾ അവളുടെ ഉടുപ്പും കാര്യങ്ങളെല്ലാം മാറ്റി ഇപ്പം നേരെ കുളിക്കാൻ കേട്ടണം. പിന്നെ എന്താ പറയുന്നത്, അതൊക്കെയാണ് എന്താ വിശേഷം. വൈകിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കറി കുറച്ച് ഫ്രിഡ്ജിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ പയറൊക്കെ വെക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ള വിശേഷം. പുതിയൊരു വിശേഷമായിട്ട് വരുന്നവരെ ബൈ, സീ യു, ലവ് യു.